നല്ല പ്രായത്തിൽ തുടങ്ങിയ വെരിക്കോസ് വെയിൻ 26 വർഷം 25 വർഷത്തോളമായി. അത് പിന്നീട് കാഠിന്യം കൂടി കാലിന് ഇടതേ കാലിൽ ഒരു ഡോസ് ട്രീറ്റ്മെന്റ് തന്നപ്പം തന്നെ ഒരു ചെറിയ മാറ്റം ഉണ്ട്. ഇവിടെ എനിക്കിവിടെ തൊടാനൊന്നും പറ്റത്തില്ലായിരുന്നു, കല്ലിച്ച് കിടക്കുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. സർക്കുലേഷൻ ഇപ്പം ഇത്രയും ഭാഗത്ത് ചെയ്തത്രയും ഭാഗത്ത് നല്ല മാറ്റം എനിക്ക് പൂർണ്ണമായിട്ട് മാറുന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ വിശ്വാസമുള്ള രണ്ടാമത് വരുന്നതായിരുന്നു. RGC ന്യൂസിലേക്ക് സ്വാഗതം. ഷാജാ മൂലത്തറ. ഞാൻ നിൽക്കുന്നത് മനയ്ക്കൽ ആശുപത്രിയിലാണ്. മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിന് നല്ല ചികിത്സയാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരിവിടെ തിരക്കി വരുന്നുണ്ട്. എന്നെയും പലരും ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു രോഗമാണ്. അത് ചെറിയ ആശ്വാസമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. 4 ദിവസം കമ്പിനകത്താണ് നടന്നത്. 2 പേരുടെ സഹായത്തിൽ ഞാൻ ഇതിനകത്ത് കയറിയത് തന്നെ. ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഓടി നടക്കുക. 3 സിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. ശരിക്കും അവർ ആദ്യം വന്ന ഒരവസ്ഥയാണത്. അത് ഇത്രത്തോളം ബൾജിങ് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും പൊട്ടാറായി നിൽക്കുന്ന വെയിൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരിലെ. ഇത് ട്രീറ്റ്മെൻറ്റിന് മുന്നുള്ള ഒരു സ്റ്റേജാണിത്. അതിന് ശേഷം നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ആ ബൾജിങ്ങിനൊക്കെ നന്നായിട്ട് താഴ്ച ഉണ്ടായി. ഇതിനകത്ത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് അതിനകത്തുള്ള മാറ്റങ്ങളുണ്ടായി. അതുപോലെ തന്നെ വൂണ്ടഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊരിഞ്ഞിളകുന്ന കണ്ടീഷൻ പോലുള്ള കേസുകളും നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. ഇത് വെരിക്കോസിൻ്റെ ഒരു സ്റ്റേജാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ട് വരണമെന്നില്ല. ചിലർക്ക് ഇൻറ്റേർണലി ആയിരിക്കാം വെരിക്കോസ്. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടിട്ട് പിന്നീട് അത് ഔട്ട്സൈഡിലേക്ക് വരാനുള്ള സാധ്യതകളും ഉണ്ടാവേണ്ട ഒരു കേസാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജുകളിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാലുകളിൽ കാണുന്ന ഈ മുറിപ്പാടുകൾ. അത് ഈ പറയുന്ന നമ്മൾ ഈ ദുഷിച്ച രക്തം കിടന്നിട്ട് പലർക്കും അലർജറ്റിക് ആയിട്ട് അത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവുക, ഡിസ്കളറേഷൻ ഉണ്ടാവുക. അതായത് ചില സൈഡുകളൊക്കെ ഭയങ്കരമായിട്ട് കറക്കും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകും. പിന്നീട് ഇതിലും നമ്മൾ പരിഹാരം കാണാണ്ടിരുന്ന് കഴിഞ്ഞാലാണ് പറയുന്ന വൂണ്ടഡ് അല്ലെങ്കിൽ അൾസർ സ്റ്റേജിലേക്കൊക്കെ മാറിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ അതായത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഡ്രൈവിംഗ് പണി ഉപജീവനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ തൊഴിലേക്കൊക്കെ പോകാൻ പറ്റുമോ? വണ്ടി ഓടിക്കുന്നുണ്ട്. പെട്ടെന്ന് അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അല്ല ചെയ്യുന്നത്. ശരി. ആണ്. അതെ 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 അതെ. അപ്പം അതും കൊണ്ടുപോകണം. അതോടൊപ്പം അവരുടെ അസുഖത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ പെട്ടെന്ന് മാറട്ടെ, പഴയ തൊഴിലേക്ക് പോകട്ടെ എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇത് ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടും.